உதைத்த சரமழை போல் வாழ உலகினில் பெய்திடாய் நாங்களும் மகளே நீராட மகிழ்ந்தருள்வாய். पद्मनाभ पाहि द्विपपचार पद्मनाभ पाहि द्विपपचार पद्मनाभ पाहि द्विपपचार पद्मनाभ पाहि द्विपपचार गुणवसर शौर्ये गुणवसर शौर्ये पद्मनाभ पाहि
ആനന്ദം മിന്നും മോഹം വന്നതും പൂച്ചെണ്ടും നൽകി തമ്മിൽ കണ്ടതും കല്യാണപ്പട്ടിൻ കാര്യം ചൊന്നതും ഒന്നായി ചേരും നിതാ കല്യാണത്തേരിൽ ഒന്നായി ചേരും നിതാ കല്യാണത്തേരിൽ മനസ്സിനുള്ളിൽ മണിക്കിലുക്കം മനതാരിൽ നിന്നും കൊണ്ട് മണിമാരൻ എത്തും നേരം മനസ്സിനുള്ളിൽ മണിക്കിലുക്കം പൂമാരൻ വന്നു കണ്ടതും ആനന്ദം മിന്നും മോഹം വന്നതും പൂച്ചെണ്ടും നൽകി തമ്മിൽ കണ്ടതും കല്യാണപ്പട്ടിൻ കാര്യം ചൊന്നതും ഒന്നായി ചേരും നിതാ കല്യാണത്തേരിൽ ഒന്നായി ചേരും पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र
भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल भक्त जन परिवाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोगमे राम कल्याण वैभोगमे सीता वैभोगमे राम कल्याण वैभोगमे മിഥുനം മധുരം മൃദുമോഹനമുള്ളിലാരു കനവേ മൊഴിയൊന്നു ചൊല്ലി നിഴലൊന്നു തേടി ഹൃദയങ്ങൾ നിന്നു അരികെ ഉயிருള്ളിലെ ഉന്മകൾ തുള്ളട നെഞ്ചിലോളമുയരെ ഇനി എന്തിന് കണ്ണുകൾ ഇങ്ങനെ തമ്മിലെന്നു മകളെ പാതി വഴികളിൽ അകമറിയുകയാണോ ഇനിയും ഇനിയും പറയാതൊരു കഥയാണോ ഇത് നേരം ഇതുവരെ അതിരിഴകളിലാരോ അനുരാഗമോഹരാജ്യമൊന്നു കാണുമിനിയോ തുണയിനിയാരോ നീയാണേ തുടരുകയാണോ പിന്നാലെ തളിരിടുവാനായി നേരുന്നലരും തെരുവിൽ തിരിയുന്നേ ഇനി മുഖവും കാണാതെ ദിനവും ഒന്നും മിണ്ടാതെ കഴിയാതരികിൽ അറിയാമ്പൽ പോൽ വിടരുന്നേ അകമിന്നേ മധുരം മൃദുമോഹനമുള്ളിലാരു
வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும் தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே சிந்தாழை மங்கை வண்ணம் மை கொண்ட கண்ணும் மின்னும் வாரணானம் நெஞ்சில் வாழ்வெல்லாம் மன்னன் அன்பில் வான் சிந்தும் தேனாரமுதம் தானாகும் இருமண இன்பம் வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலி கண்ணுக்கு நிறைஞ்ச கல்யாணம்
ശരണാശരണം അഗനഗ അഗനഗ മുഗനഗയേ മുഗനഗ മുഗനഗ മുരുനഗയേ മുരുനഗ മുരുനഗ തരുനഗയേ തരുനഗ തരുനഗ വരുനനയേ യാരത് യാരത് പുന്നഗൈ കോർപ്പത് யாவிலும் யாவிலும் என் மனம் சேர்ப்பது நடைபழகிடும் தொலை அரவுகளே முகில் கொடுத்திடும் மலை முகடுகளே கொடை பிடித்திடும் நெடுமரச்செறிவே பனி உதிர்த்திடும் சிறு மலர் துளியே தவிக்கிறதே நினைவழிந்திடுதே മലരും തോൽക്കും മുഖമേ മിഴികൾ ചിമ്മും ശിലയേ പകലിൽ തൂകും നിലവേ കവിയും പാടാ കവിതേ അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ തോന്നും വെയിലേ കിളിയായി കൊഞ്ചും മൊഴിയേ പലതും പകരാനിനിമേ അരികിൽ ചേരാമിവനേ ഇന്നോളം ഇന്നോളം മിഴി പൊന്നായി കണ്ടവയെല്ലാം നിന്നോളം നിന്നോളം വരുകില്ല എന്നറിവാകും
എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകാൽ കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചങ്ങാത്ത കനവോടെ കണ്ണൊഴിയേ പൂമ്പെണ്ണാളിൻ പുലർ മഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ എന്താദ്യം മിണ്ടേണം തെല്ലൊന്നു നോക്കുവാൻ ഏതാദ്യം പാടേണം നാണങ്ങൾ പൂക്കുവാൻ ഒരു പാൽ കിന്നാരം പുഴയായി മാറേണം അല തല്ലിത്തീരാതെ തമ്മിൽ തൂവിടേണം അവളെന്നും ചൂടും മുത്താരത്തിൻ മുത്തായി മാറാൻ മോഹം ഒളിവില്ലാതോതും സല്ലാപത്തിൽ തേനായി തെന്നാണ്ടാം അമ്മാനം ചെമ്മാനം നിറമെല്ലാം ചെങ്കവിളോരം തന്നാലെ നൽകാമോ മനം തേടും സമ്മതമിന്നേരം എന്നെഞ്ചോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകാൽ കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി ഈ മന്ദാരം ഒരു ചങ്ങാത്ത കനവോടെ കണ്ണൊഴിയേ പൂമ്പെണ്ണാളിൻ പുലർ മഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ
मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई। रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। पतझड़ के मौसम में भी रंगी चनारों जैसी झनके सन्नाटों में तू वीणा के तारों जैसी। सदियों से भी लंबी ये मन की अमावस्या है, और तू फुलझड़ियों वाले त्योहारों जैसी। चंदा भी दीवाना है तेरा, जलती है तुझसे सारी चकोरियां, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। केसरिया तेरा इश्क है पिया, इश्क है पिया, केसरिया तेरा इश्क है पिया, इश्क है पिया, पिया इश्क है पिया, इश्क है पिया। முடிவும் நீ, மூன்று காலம் நீ, கடல் நீ, கரையும் நீ, காற்று கூட நீ. மனதோரம் ஒரு காயம் உனை எண்ணாத நாள் இல்லையே, நானாக நானும் இல்லையே. வழியெங்கும் பல பிம்பம், அது நான் சாயத்தோடில்லையே, உன் போல யாரும் இல்லையே. Sandra
ആൻഡ് അവർ ഹാൻസം ഗ്രൂം വിതുൻ. സോ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ വെൽക്കം സാന്ദ്ര ആൻഡ് വിതുൻ. நீந்தாமல் நான் மூழ்கி போனேன், நீதானடி வானில் மதி, நீ அல்ல நான் தானே தேர்ந்தேன். பாதி காணகம் அது காணாமல் போனவன், ஒரு பாவை கால் தடம் அதை தேடாமல் தேர்ந்தவன். காணாத பாரம் என் நெஞ்சிலே, துணையில்லா நான் அன்றிலே, நாளெல்லாம் போகும் ஆனாலும் நான் உயிரில்லாத உடலே. முதல் நீ முடிவும் நீ, மூன்று காலம் நீ, கடல் நீ கரையும் நீ, காற்று கூட நீ. தேசத்தில் தொலைந்தாயோ கண்மணி, உன்னை தேடி கண்டதும் என் கண்ணெல்லாம் மின்மினி. பின்னோக்கி காலம் போகும் எனில் உன் மன்னிப்பை கோருவேன், கண்ணோக்கி நேராய் பார்க்கும் கணம் எல்லாமே கடவே. முதல் நீ முடிவும் நீ, மூன்று காலம் நீ, கடல் நீ கரையும் நீ, காற்று கூட நீ. நகராத கடிகாரம் அதுபோல் நானும் நின்றிருந்தேன், நீ எங்கு சென்றாய் கண்ணம்மா. அழகான அரிதாரம் வெளிபார்வைக்கு பூசிக்கொண்டேன், புன்னகைக்க போதும் கண்ணம்மா. நீ கேட்கவே என் பாடலை உன் ஆசை ராகத்தில் செய்தேன், உன் புன்னகை பொன் மின்னலை நான் கோர்த்து ஆங்காங்கு நெய்தேன். ഇന്നത്തെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇവരെ പറ്റി ഞാൻ ചെറിയൊരു ഇൻട്രോ തരാം. വിതുൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഫെസിലിറ്റി മാനേജറായിട്ട് ദുബായിൽ വർക്ക് ചെയ്യാണ്. ആൻഡ് സാന്ദ്ര ബിടെക് ഫുഡ് ടെക്നോളജിയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവരെ പറ്റി നമുക്കറിയാമല്ലേ, ഇവരെ പറ്റി ഇവർക്ക് പരസ്പരം എത്രമാത്രം അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലേ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് കുറച്ച് പണികൾ കൊടുക്കാനായിട്ട് എനിക്ക് ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പണികളുടെ ഭാഗമായിട്ട് നമുക്കൊരു ഗെയിം കൊടുക്കാം. ഹൗ ഡു യു നോ ഈച്ച് അതർ ആണ് ഗെയിമിൻ്റെ പേര്. അതായത് ഇവർക്ക് പരസ്പരം എത്രമാത്രം അറിയാം. ഓക്കെ, പ്യുവർലി ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ കൂടി ഒരു മാരേജ് ലൈഫിലേക്ക് കടക്കുമ്പോൾ കുറച്ചൊക്കെ പരസ്പരം അറിഞ്ഞിരിക്കണം അല്ലേ. കുറച്ചെങ്കിലും
ഒരു കുറച്ച് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് മീറ്റപ്പ് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് കണ്ടപ്പോൾ കുറച്ചൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ ടൈം ഗ്യാപ്പിൽ ഇവരെത്രമാത്രം മനസ്സിലാക്കിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഗെയിം കളിക്കാം എന്ന് എനിക്ക് അറിയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, ഇതേ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഫ്ലവേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 4 ഫ്ലവേഴ്സിൽ രണ്ട് പിങ്ക് കളറും 2 വൈറ്റ് കളറും എൻ്റെ കയ്യിലുണ്ട്. സോ ഈ പിങ്ക് കളർ മീൻ ചെയ്യുന്നത് നമ്മുടെ സാന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഡൗട്ടില്ലല്ലോ, പിങ്ക് കളർ മീൻ ചെയ്യുന്നത് സാൻഡ്രാനെയാണ്. അപ്പോൾ ഒരു ഫ്ലവർ സാൻഡ്രയിൽ കൊടുക്കുക ആൻഡ് ഒരു പിങ്ക് കളർ വിത്തുൻ്റെ കയ്യിൽ കൊടുക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ ഞാനാണ് എന്ന് തോന്നുകയാണെങ്കിൽ സാൻഡ്രയ്ക്ക് പിങ്ക് കളർ, അതായത് സ്വയം, അതായത് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആർക്കാണ് മടി എന്ന് ചോദിച്ചാൽ എനിക്കാണ് മടി എന്ന് സാന്ദ്രയ്ക്ക് തോന്നുകയാണെങ്കിൽ സാന്ദ്രയ്ക്ക് പിങ്ക് കളർ പോക്കാം ആൻഡ് വിത്തുനും പിങ്ക് കളർ പോക്കാം. അല്ല, സാന്ദ്രയ്ക്ക് തോന്നുകയാണ് ഓക്കെ വിത്തുനാണ് എന്ന് തോന്നുകയാണെങ്കിൽ വൈറ്റ് കളർ പോക്കാം. ഗെയിം ക്ലിയർ അല്ലേ? ഷാൽ വി സ്റ്റാർട്ട്? ഒരു നല്ലൊരു കൈയ്യടി തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ പേഷ്യൻറ്റ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്? ഇങ്ങോട്ട് നോക്കരുത്. ഓക്കെ, വിധുനാണ് ക്ഷമ കൂടുതൽ. അപ്പോൾ സാന്ദ്ര കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. ആരെങ്കിലും ഒരാൾ പേഷ്യൻ്റ് ആയാൽ മതി അല്ലേ, ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് പോകാൻ ഒരാൾ പേഷ്യൻ്റ് ആയാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കരുത് കേട്ടോ. ക്ലിയർ ആയിട്ട് സത്യസന്ധമായിട്ടുള്ള ആൻസർ വേണം പോകാനായിട്ട്. ഓക്കെ, സെക്കൻഡ് വൺ, ഹൂ ഈസ് മോർ ലേസി? ആർക്കാണ് കൂടുതൽ മടി? ഓഡിയൻസിന്റെ ഭാഗത്ത് നോക്കിയാണ് മറുപടി വരുന്നത് അത് സാന്ദ്രയ്ക്കാണ് എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാന്ദ്രനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് അറിയാം, കാരണം ഇവര് ഇവിടെ ആൻസർ പൊക്കുന്നതിന് മുമ്പ് അവിടുന്ന് എനിക്ക് ആൻസർ കിട്ടും അത് സാന്ദ്രയാന്നൊക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല, അതിന് മുമ്പേ അതിനുള്ള ആൻസർ രണ്ടുപേരും ഒരുമിച്ച് കൈവക്കിയിരിക്കുകയാണ്. വിത്തുനാണ് ഫുഡ് നന്നായിട്ട് കഴിക്കാമല്ലോ. ഓക്കെ, നമുക്ക് വിത്തുനോട് ചോദിക്കാം എന്താണ് ഫേവറേറ്റ് ഫുഡ് എന്ന്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? തിരിച്ചു കിടക്കാത്ത എന്ത് കിട്ടിയാലും കഴിക്കാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഓ, ഡയലോഗ് എന്തായാലും അടിച്ചു പൊളിച്ചു. തിരിച്ചു കടിക്കാത്ത എന്തും കഴിക്കാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? അതായത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ വേണം, അതങ്ങനെ വേണം, ഇത് ഈ കളർ വേണം. തിരിഞ്ഞു നോക്കരുത്, ഇത് ഈ കളർ വേണം, അത് ആ കളറാക്കാം, മാരേജ് കഴിഞ്ഞ് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഇന്ന ഫാമിലീസിനെ വിസിറ്റ് ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് ബെസ്റ്റ് ആരാണ്? ഓക്കെ, സാന്ദ്ര പറഞ്ഞത് രണ്ടുപേരും പ്ലാൻ ചെയ്യാറുണ്ടെന്നാണ്. വിതുൻ പറഞ്ഞത് സാന്ദ്രയാണ് കുറച്ചും കൂടെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ കഴിഞ്ഞ് ലൈഫൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാൻ പറ്റുള്ളൂ അല്ലേ ആരാണ് കൂടുതൽ പ്ലാൻ ചെയ്യുന്നതെന്ന്. ഓക്കെ, വഴക്കിടുന്നത് ആരാണ്? നിങ്ങൾ സംസാരിക്കരുത്. ഓക്കെ ഓക്കെ, വിതുൻ്റെ ആൻസർ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നതാണ്. സാന്ദ്രയുടെ ആൻസർ ഓക്കെ ഞാനാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ അല്ലേ, അടിച്ച് വിളിച്ച്. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വേണം അല്ലേ, സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ലൈഫ് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വഴക്കിടുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നത് ആരാണ്? ആദ്യം വന്നിട്ട് ഓക്കെ സോറി അത് വിട് എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, സാന്ദ്ര വഴക്കുണ്ടാക്കും, ആസ് യൂഷ്വൽ മിഥുൻ വന്ന് കോംപ്രമൈസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു എല്ലാ കപ്പിൾസിലും കണ്ടുവരുന്ന ഒരു സെയിം ഒരു ഇതാണ് അല്ലേ. ആരാണ് നല്ല എക്സ്പെൻസീവ്? ആരാണ് നന്നായിട്ട് പൈസ ചെലവാക്കുന്നത്? ആരാണ്? നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കരുത് കേട്ടോ, ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത് ഞാനല്ലല്ലോ. അപ്പോൾ ഞാനതാ പറയാം, നിങ്ങളിരുന്ന് സംസാരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ പൊക്കിക്കോളൂ. വേണ്ടാത്ത ചോദ്യമായി പോയി. അപ്പോൾ രണ്ടുപേരും ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞു സാന്ദ്രയാണെന്ന്. അതിന് എനിക്ക് തോന്നുന്നു കുറച്ച് ലേഡീസ് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ, നമ്മുടെ കോസ്മെറ്റിക്സിനൊക്കെ എന്താ റേറ്റ് അല്ലേ. ഹു ഇസ് മോർ ചൈൽഡിഷ്? ഇത്തിരി കുട്ടിക്കളിയൊക്കെ ആർക്കാണ് കൂടുതൽ? എനിക്ക് തോന്നുന്നു ഇത് സാന്ദ്രനെ ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രം. ഓക്കെ ഫൈൻ. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ലേഡീസ് ആണ് കുറച്ച് അല്ലേ, നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറച്ചൊക്കെ ചൈൽഡിഷ് ആവാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, റൊമാൻറ്റിക് ആരാണ്? ഓക്കെ, അപ്പൊ വിധുനാണ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ശരിക്കും ഇവർക്കൊരു പണി കൊടുക്കാന്നാണ് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങനെ അറിയണ്ടായിരിക്കില്ല, കാരണം അറേഞ്ച് മാരേജ് ആയതുകൊണ്ട്. ബട്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം, കാരണം എല്ലാ ക്വസ്റ്റ്യൻസിനും ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞല്ലേ. എനിക്ക് തോന്നുന്നു 10 ഔട്ട് നമ്മൾ പൊളിയല്ലേ എന്നൊക്കെ. ഓക്കെ, നിങ്ങൾ പൊളിയാണ്. ആ പൊളി ആർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുത്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.
വിധുന് അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു റൊമാൻറ്റിക് സോങ് ഇട്ട് തരും. അപ്പോൾ അവർ ഡാൻസ് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ഇട്ട് തരാണെങ്കിൽ നമുക്കിത് ഇവിടെ ഒന്ന് ചെറിയൊരു ഡാൻസ് കളിക്കാം. ഓക്കെ, For me, darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it, darling. നല്ലൊരു വീഡിയോ എടുത്തേ. സാന്ദ്ര, യു ലുക്ക് ലൈക്ക് എ പ്രിൻസസ്. സത്യമായിട്ടും കറങ്ങുമ്പോ റൈറ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു സാന്ദ്ര ജസ്റ്റ് കറങ്ങുമ്പോൾ ശരിക്കും ഒരു പ്രിൻസസിൻ്റെ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് സാന്ദ്രനെ അങ്ങനെ മേക്ക് ചെയ്തതിന് വിധുവിന് ഒരു വലിയ താങ്ക്സ്. കാരണം ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, ആൻഡ് നമുക്ക് ചെറിയ ഒരു പണിയും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? പറഞ്ഞ പോലെ ഒരു പ്യൂർലി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്നാൽ കൂടി കുറച്ചൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടാകുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രണ്ടുപേരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ സാന്ദ്രയ്ക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. വിധുനിൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ. ഓക്കെ, 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിധു ചേട്ടനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഭയങ്കര പേഷ്യൻ്റ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം. പിന്നെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഭയങ്കര ലവബിളാണ്. ഇപ്പോൾ കറൻ്റ്ലി ഭയങ്കര ലവബിളാണ്. പിന്നെ ഭയങ്കര എയിം ഓറിയൻറ്റഡ് ആണ്. വർക്ക് ചെയ്യണം, എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ഇതാണ് എനിക്ക് തോന്നിയ ബെസ്റ്റ് 3 ക്വാളിറ്റീസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ വിധുവിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. സാന്ദ്രയിൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും, ബട്ട് 3 കാര്യങ്ങൾ. സാന്ദ്രയുടെ വിൽ പവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആണ്, അത് അച്ചീവ് ചെയ്യണം, അതിലേക്ക് എത്തണം. അതിൽ എന്താണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അറിയാം, എന്ത് വേണം. അത് ഒരു നല്ല ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. സ്മാർട്ടാണ്, സംസാരിക്കും, ഞാനും സംസാരിക്കും. വേറും എനർജറ്റിക് ആണ്. ആള് കാണാൻ ഇങ്ങനെ ഇരിക്കണമെങ്കിലും ഭയങ്കര എനർജിയാണ്. കുറയില് ഇതുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് പോട്ടെ. സുഹൃത്തുക്കൾ സാങ്കേതിക പ്രശ്നങ്ങളാൽ ആ വീഡിയോ കോൾ നടക്കുന്നില്ല. കവറും ഉയിരെ പോലെ എന്താണ് നീ, എന്താണ് ആ കാതൽ മഴയാ തനുവിൽ ചേരും. ആരാണ് നീ, ആരാണ് ഉയരെ ചിരകോ രാവിൻ നിലവോ മധുവോ കാണാ കനവോ നീ കണ്ണു
കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടര് ഓ കണ്ണോരമായി കാതോട് കാതോട് കാതോരമായി നെഞ്ചോട് നെഞ്ചോട് നെഞ്ചോരമായി നിറയെ നീ തോരാതെ തോരാതെ തീരാതെയായി മായാതെ മായാതെ മായാതെയായി എന്നാളും എന്നാളും എന്നാളമായി പടര് ഓ Mama re za ni za mama re za ni za ni za ni za Mama re za ni za mama re za ni za ni za ni za தாகம் கொண்ட மீனின் கையில் காயும் கோலமா காதல் என்று கண்ணீர் நிறமா ஆசை கொண்ட நெஞ்சை தந்து வாங்கும் ரணமா நானும் நெஞ்சும் பாலைவனமா ஏன் உன்மேல் காதல் கொண்டேன் யாராலே காயம் கண்டேன் எது மறித்தாலும் மனம் தடுத்தாலும் என் நெஞ்சில் நீதானே நீதானே நீ மாய நிழல் நான் தூர பகல் அன்று சேர்ந்திருந்தோம் இன்று யாரு நீ மாய நிழல் சுடும் ஞாபகமுள் உயிர் வாழ்ந்திருந்தோம் விட்டு போனவள் யார் இதுதான் கை நழுவிய கனவா பொய் வரம் இதுவா என் வழி முடிவா உயிர் நீங்காத பேரோசையா நீ மாய நிழல் நான் தூர பகல் அன்று சேர்ந்திருந்தோம் இன்று யாரு நீ மாய நிழல் சுடும் ஞாபகமுள் உயிர் வாழ்ந்திருந்தோம் விட்டு போனவள் யார் குப்பை ரோஜா எந்தன் மனமா மூச்ச
பூவானி இரு சூழ்நிலையா இல்லை தேழ்வலையா நம்மை நெருப்பினில் வீசிய பேர் எது பாரிதுதான் விதியா இறைவன் சதியா மணல் காவியம் அழித்திடும் பால் நதியா மடி மீது நீ தூங்கிடு இமை போல நான் காக்க கனவாய் நீ மாறிடு மயில் தோகை போலே விரலுன்னை வருடும் மனப்பாடமாய் உரையாடல் நிகழும் விழி நீரும் வீணாக இமை தாண்ட கூடாதென துளியாக நான் சேர்த்தேன் கடனாக கண்ணானே மறந்தாலும் நான் உன்னை நினைக்காத நாளில்லையே பிரிந்தாலும்
மயில்